ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, ആദ്യത്തെ വളപ്രയോഗം. അതുപോലെ നമ്മൾ വാഴക്കന്ന് അങ്ങനെ ക്ലീൻ ചെയ്യണം, കുഴിച്ചിടണം എന്നൊക്കെ പറഞ്ഞ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ എൻ്റെ 3 മാസം എത്തിയ വാഴയാണ്, 3 മാസം എത്തിയ മഞ്ചരിക്കുള്ളനാണിത്. അപ്പോൾ ഇതിലിപ്പോൾ എന്തെങ്കിലും ഇതിനൊക്കെ കുറവുണ്ടോ എന്നൊന്നും അറിയില്ല. ഇപ്പോൾ ഇതിന് അടിയിൽ നമുക്ക് ഇത്തിരി കരിച്ചിൽ വന്നിരുന്നു, അതൊക്കെ ഇപ്പോൾ മാറി തുടങ്ങി. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാം നമുക്ക് ആദ്യമായിട്ട്. ഇതിപ്പോൾ 3 മാസമായി. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണം മഞ്ചരിക്കുള്ളൻ. അപ്പോൾ 6 മാസം എത്തുമ്പോൾ കുലയ്ക്കും എന്നാണ് പറയണത്. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ വളപ്രയും കാര്യങ്ങളൊക്കെ തുടർന്ന് വീഡിയോകളും ഇനിയും ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. തണ്ട് തുരപ്പമ്പുഴു, അതുപോലെ പല സ്ഥലങ്ങളും പല പേര് പറയും, പിണ്ടിപ്പുഴു അതൊക്കെ പറയും. ഇതിനൊക്കെ നമുക്ക് എന്താ വെച്ചാൽ ഇതുപോലെ നന്നായി നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കണം. അതുപോലെ ഇങ്ങനെ ചേർത്ത് ചെത്തി കൊടുക്കുക. അത് പഴുത്ത പട്ടയൊക്കെ നമ്മൾ ചെത്തി എപ്പോഴും നല്ല ക്ലീനായിട്ട് നിൽക്കണം വാഴ. അപ്പോൾ ഇത് നമുക്കിത് ഇതുപോലെ ചേർത്ത് ചെത്തി കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് സൂര്യപ്രകാശമൊന്നും കിട്ടില്ല, ഇതിനിപ്പോൾ പ്രായമായ ഇലകളാണ്. അപ്പോൾ ഇത് ചെത്തി കളഞ്ഞില്ലെങ്കിൽ നമുക്ക് പിണ്ടിപ്പുഴുവിൻ്റെ ആ കീടം വന്നിരിക്കാനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മളെ പഴുത്ത പട്ടകളൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്യുക. ഇത് വാഴപ്പം നമ്മളിത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇതുപോലെ. അപ്പോൾ പിണ്ടിപ്പുഴുവിന് ഇതിൻ്റെ ഗ്യാപ്പുകളിൽ ഇതിലൊന്നും വന്നിരിക്കാനുള്ള ചാൻസ് കിട്ടില്ല. പിന്നെ നമ്മൾ ഒരു 2 ആഴ്ചത്തുമ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് മരുന്നടിച്ചു കൊടുക്കാം. ഞാൻ കലക്ഷൻ ഉപയോഗിക്കാറ്. ഇപ്പോൾ പുതിയ തരം മരുന്നുകളൊക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ അത് ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലെ ക്ലീനായിട്ടിരിക്കുക വാഴ, എപ്പോഴും ഇതുപോലെ ക്ലീനായിട്ടിരിക്കുക. ഇനി ഇത് നമുക്ക് പിണ്ടി കനം വയ്ക്കാനായിട്ട് ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഇതിനുള്ള വളക്രമങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വാഴയ്ക്ക് വളർച്ചയുണ്ട് എന്ന് ഞാൻ വിചാരിക്കണം. ഇനിയിപ്പോൾ നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയാം. ഇതുപോലെ എപ്പോഴും തോട്ടം നമ്മൾ ക്ലീനാക്കി വെച്ചിരിക്കുക. ഇതിപ്പോൾ 3 മാസം എത്തിയ എൻ്റെ വാഴയാണ്, മഞ്ചരിക്കുള്ളൻ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് ഇത് കൊലച്ചാലറിയുള്ള എത്ര പടലുണ്ടാവും എന്നൊക്കെ. വാഴയ്ക്ക് വളർച്ച കുറവുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ തന്നെ പറയണം. അപ്പോൾ ഇതിൽ എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടാവും. ഇതെൻ്റെ ആദ്യത്തെ മഞ്ചരിക്കുള്ളൻ്റെ കൃഷിയാണ്. അപ്പോൾ എൻ്റെ വാഴത്തോട്ടമാണ് ഇത് കാണുന്നത്. അപ്പോൾ എല്ലാ പിണ്ടിയും ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വളം ചെയ്ത് കൊടുക്കാം. വളം ഞാൻ കലക്കി കടക്കിയാണ് ഒഴിച്ചു കൊടുക്കുക ചെയ്യണത്. അപ്പോൾ കൂലിച്ചെലവ് നമുക്ക് കുറയ്ക്കാം. എങ്ങനെ പറ്റുന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. ഇപ്പോൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവർ കാണുന്നുണ്ടെങ്കിൽ അഭിപ്രായം പറയണം. ഇതിൽ എന്തെങ്കിലും വളത്തിൻ്റെ കുറവുണ്ടോ, എന്തെങ്കിലും മൈക്രോ ന്യൂട്രിയൻ്റ് ഉപയോഗിക്കണോ, മൂലകങ്ങളുടെ കുറവുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് അറിയിക്കണം. മഞ്ചരിക്കുള്ളനാണ്, പക്ഷേ അത്യാവശ്യം ഉയരമായിട്ടുണ്ട്. കുഴപ്പമില്ല എന്ന് വിചാരിക്കണം. മൂന്ന് മാസത്തെ വാഴ. മൂന്ന് മാസത്തെ വാഴയ്ക്ക് നമ്മൾ റെഞ്ചിങ് ആണ് ചെയ്യുന്നത്. അതായത് നമ്മൾ കലക്കി ഒഴിക്കുന്നത്. അപ്പോൾ 200 ലിറ്റർ വെള്ളത്തിലേക്ക്, ഇപ്പോൾ ഡ്രമ്മൊക്കെ ഞാൻ വാങ്ങിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ 200 ലിറ്റർ വെള്ളത്തിലേക്കാണ് നമ്മളിത് കലക്കണത്. അപ്പോൾ ഒരു 4 ലിറ്റർ 3 ലിറ്റർ വെച്ച് നമുക്ക് ഓരോന്നിനും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് പിണ്ടിക്ക് കനം വേണം. പിണ്ടിക്ക് കനം ഉണ്ടെങ്കിൽ നമുക്ക് കൊല ഇത്തിരി നല്ലത് കിട്ടുള്ളൂ. ഞാൻ പ്രതീക്ഷിക്കുന്നത് 10 കിലോ 12 കിലോ ആണ് ഞാൻ പ്രതീക്ഷിക്കണത്. അതിലും കുറയരുതെന്നോ എനിക്കൊരു വാശിയുണ്ട്. അപ്പോൾ പല ഗ്രൂപ്പുകളിൽ നിന്നും പല എക്സ്പീരിയൻസ് ഉള്ളവരുടെ കയ്യിൽ നിന്നും കിട്ടിയ അറിവുകൾ വെച്ചിട്ടാണ് ഞാൻ അത് ചെയ്യുന്നത്. അപ്പോൾ 200 ലിറ്ററിലേക്ക് ഹുമിക് ആസിഡ് 1 കിലോ, മൈക്രോ ന്യൂട്രിയൻ്റ് 200 ഗ്രാം, പൊട്ടാസ്യം നൈട്രേറ്റ് 1 കിലോ, കാൽസ്യം നൈട്രേറ്റ് 1 കിലോ. പൊട്ടാസ്യം നൈട്രേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിതിൽ ഫോസ്ഫറസ് കുറവാണ്, 13.45. അപ്പോൾ ഇതിൽ നൈട്രജനും ഉണ്ട്, പൊട്ടാഷ്യം ഉണ്ട് നമുക്കിതിൽ. അപ്പോൾ ഇത്രയും 4 ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്, ഒരു കോംബോ. അപ്പോൾ ഇത് നമ്മൾ ഒരു 3 ലിറ്റർ 4 ലിറ്റർ വെച്ച് ഓരോ വാഴയ്ക്കും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ കനം കുറഞ്ഞ പിണ്ടികളോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും വാഴ ഉണ്ടെങ്കിലൊക്കെ നമുക്കത് നല്ലതായിട്ട് കിട്ടും. അപ്പോൾ ഇതിൽ മൈക്രോ ന്യൂട്രിയൻറ്റും ഉണ്ട്, മൂലങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് ഒഴിച്ചു കൊടുത്താൽ, അപ്പോൾ അത് എങ്ങനെ കലക്കണ്ടേന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വാഴ.
നമ്മൾക്കപ്പോൾ ഇതിൽ എല്ലാ മൂലകങ്ങളും ഉണ്ട് കേട്ടോ. നോക്കിയേ, ബോറോൺ, കോപ്പർ, അയൺ, മാഗ്നീസ്, മോളിബ്ഡനം, സിങ്ക്, നിക്കൽ, ക്ലോറൈഡ്. അപ്പോൾ എല്ലാ മൂലകം ഉള്ളതുകൊണ്ട് നമുക്ക് പിണ്ടിയൊക്കെ നല്ല കനം ഉണ്ടാകും. അതുപോലെ തന്നെ കോല ഇത്തിരി നല്ല വലുപ്പത്തിലും കിട്ടും. അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ ഇതെങ്ങനെ കലക്കാമെന്ന് നോക്കാം നമുക്ക്. ആദ്യം നമ്മൾ ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുക്കുക. കുറച്ച് വെള്ളം എടുത്ത് നമുക്ക് ആവശ്യമുള്ള വളം ഇതിൽ കലക്കിയതിന് ശേഷം നമ്മൾ ഡ്രമ്മിലേക്ക് ഒഴിക്കണം. അല്ലെങ്കിൽ ഡ്രമ്മിലിട്ട് കലക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ അത് ശ്രദ്ധിക്കുക. എല്ലാതും നന്നായിട്ട് കലങ്ങിയ ശേഷം ഡ്രമ്മിൽ ഒഴിച്ചിട്ട് വീണ്ടും നമ്മൾ ഡ്രമ്മ് നിറയ്ക്കുക. നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കണം വെള്ളത്തിൽ. ആദ്യം നമ്മൾ മൈക്രോ ന്യൂട്രിയൻറ്റ് നമുക്കൊരു 200 ഗ്രാം ഇടാം. അതിനുശേഷം നമുക്ക് കാൽസ്യം നൈട്രേറ്റ് 1 കിലോ. ഇനി നമുക്ക് ഹുമിക് ആസിഡ് ഇത് 1 കിലോ. ഇതെല്ലാം 200 ലിറ്ററിലേക്കാണ് കേട്ടോ, മറക്കരുത്. ഈ ഹുമിക് ആസിഡ് നല്ല വേരുപിടുത്തത്തിനും നല്ല വളം വലിച്ചെടുക്കുന്ന എല്ലാ ചെറിയ വേരുകളുണ്ടാവാനും, അതുപോലെ നമ്മുടെ എന്തെങ്കിലും വളം നമ്മൾ മുൻകൂട്ടി ഇതിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം വലിച്ചെടുക്കാനായിട്ട് മണ്ണിനെ ശരിയായ ഫലഭൂയിഷ്ടമായിട്ട് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹുമിക് ആസിഡ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 13.045 NPK പൊട്ടാസ്യം നൈട്രേറ്റ് ഇതിൽ കൂടുതലാണ്. പൊട്ടാസ്യം കൂടുതലാണ്, നൈട്രേറ്റ് കൂടുതലല്ലേ 13 പൊട്ടാസ്യം കൂടുതലാണ്. പൊട്ടാസ്യം നമുക്ക് വാഴയ്ക്ക് ആവശ്യമാണ്. അപ്പോൾ ഇത് നമുക്ക് ഉപയോഗിച്ച് കലക്കി നമുക്ക് ഡ്രമ്മിലേക്ക് ഒഴിച്ചിട്ട് 200 ലിറ്റർ ആക്കാം. അതിനുശേഷം നമ്മൾ 3 ലിറ്റർ 4 ലിറ്റർ നമ്മൾക്ക് എത്ര ഒഴിച്ചു കൊടുക്കാൻ പറ്റും അതുമാതിരി ഒഴിക്കുക. മാക്സിമം 5 ലിറ്റർ, അത് വിട്ട് കൂടരുത്. ഇനി ഇത് നന്നായിട്ട് കലക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി ഇത് വെള്ളത്തിൽ ലയിച്ചതിന് ശേഷം നമ്മൾ ഡ്രമ്മിലേക്ക് പകർത്തുക. ഡ്രമ്മിലേക്ക് ഒഴിച്ചതിൽ വീണ്ടും നമുക്ക് വെള്ളം വേണം. ഇനി 200 ലിറ്റർ ആക്കിയതിന് ശേഷം നമുക്ക് 4 ലിറ്റർ വെച്ച് ഒഴിക്കാം. അപ്പോൾ 4 സംഭവം അടങ്ങിയ ഒരു കോംബോ ഇതാണ് നമ്മളിന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ നമുക്കൊന്ന് ഒഴിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളൊരു ബക്കറ്റിലെടുത്തു. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് 1 അടി അകലത്തിൽ 2 അടി അകലത്തിലായിട്ട് നമ്മളിത് ഒഴിച്ചു കൊടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കൊരു 3 ലിറ്റർ വെച്ച് ഞാൻ ഒഴിച്ചു കൊടുക്കണത്. അപ്പോൾ വാഴയുടെ 1 ലിറ്ററായി. രണ്ട് ലിറ്റർ, 3 ലിറ്റർ. അപ്പോൾ ഒരു വാഴയ്ക്ക് അപ്പോൾ 3 ലിറ്റർ വെച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയാം എങ്ങനെയാണെന്ന്. ഓക്കെ, അപ്പോൾ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ കാണുക. ഞാൻ വീണ്ടും ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് മറ്റ് കുക്കിങ്ങും അതുപോലെ മീൻ കൃഷിയെക്കുറിച്ചൊക്കെ ആയിരുന്നു. ഇപ്പോൾ വാഴ കൃഷിയിലേക്ക് ഇറങ്ങിയപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് പറയുക. അപ്പോൾ അങ്ങനെ അടുത്ത വളപ്രയോഗമായിട്ട് ഞാൻ വീണ്ടും വരും. അടുത്ത ഫോളിയാറാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ പട്ട കനത്തിന് വേണ്ടിയിട്ടും ഇല വലിയ ഇലയായിട്ട് വിരിഞ്ഞു വരാനായിട്ടും നമുക്ക് എന്തൊക്കെ വളം ചെയ്യാമെന്നുള്ളത് ഞാൻ എൻ്റെ അടുത്ത വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ ബൈ.
ഇപ്പോൾ രണ്ടാമത്തെ വാഴയ്ക്ക് ഒഴിച്ചു. ഇനി അടുത്ത വാഴയ്ക്ക്. അപ്പോൾ ഒരടി അകലം നമ്മൾ ശ്രദ്ധിക്കുക. ഞാൻ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ചെറിയ വ്യത്യാസങ്ങളും ക്യാമറയുടെ വ്യത്യാസങ്ങളും പിടുത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാവരും ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക 3 ലിറ്റർ. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കാണാം. ബൈ ബൈ.